ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അയ്യോ, ഇനി ഇവരെ ഈ നാടിന് വേണ്ട. വേളം വെക്കല്ലേ, വേളം വെക്കല്ലേ. ഞാൻ ഒന്ന് പറയുന്നത് കേട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞ കേൾക്ക്. ഇനി ഇതുപോലെ എന്ത് ചെയ്യും? ഇവരിവിടെ വേണ്ട. അതെ, അന്നേ പറഞ്ഞല്ലേ ഇവരോട്. ഞാനൊന്ന് പറയുന്നത് കേൾക്ക്. എന്നിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. നേരത്തെ പത്മനാഭൻ എന്താണ് പറയാനുള്ളത് കേൾക്കട്ടെ. എന്ന് പറഞ്ഞാലും ശരി, ഇവരെ ഇവിടെ നിന്ന് അടിച്ചോടിക്കണം. ഇവിടെ വേണ്ട. ഇവിടെ നിങ്ങളെ വേണ്ട. അടിച്ചോടിക്കുന്നു പറഞ്ഞല്ലോ. എന്ത് തെറ്റിന്റെ പുറത്താ ഇവരെ അടിച്ചോടിക്കുന്നു പറയുന്നേ? തിരുവാഭരണം മോഷ്ടിച്ചത് ഇവരാണോ? അല്ലല്ലോ. കട്ടവനെ കിട്ടില്ലെങ്കിൽ കിട്ടിയവനെ പ്രതിയാക്കുക. ശങ്കരന്റെ ഭാര്യയും ശാന്തിക്കാരനും തിരുവാഭരണം കൊണ്ട് ഒളിച്ചോടിയതിന് ശങ്കരനും കുഞ്ഞുങ്ങളെ എന്ത് പിഴച്ചു? അവര് മോഷണം മാത്രമല്ല നടത്തിയത്, ഇവരെ ചതിക്കുക കൂടെ ചെയ്തത്. അതെന്താ നിങ്ങൾ ആരും ചിന്തിക്കാത്തത്? ശരിക്കും നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതിപ്പോ എന്ത് നീതിയാണ് നിങ്ങളിവിടെ നടപ്പിലാക്കാൻ പോണത്? നിരപരാധികളെ ശിക്ഷിക്കുന്നതാണോ നിങ്ങളുടെ ഭാഗത്തുള്ള നീതി? അതെ, ഈ നാട്ടുകാർ പറഞ്ഞാൽ എന്തെങ്കിലും ന്യായം ഉണ്ടെന്ന് ജയദേവ മുതലാളിക്ക് തോന്നുന്നുണ്ടോ? അല്ല, അത് ഇവരെ നാട് കടത്താൻ ആർക്കാണ് അധികാരമുള്ളത്? നമുക്ക് ആർക്കും അധികാരം ഇല്ല. അതൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ ഈ കോടതിയാ. ശങ്കരനും മക്കളും കോടതി പോയാലേ ജയദേവ മുതലാളി ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാരും ജയിലഴിയെണ്ണു. ഇവരെ ഈ നാട്ടിൽ തോടിച്ചാലേ ഇവരെ കൊണ്ട് ഞാൻ കോടതി പോവും. ജയദേവ മുതലാളി ആയിരിക്കും ഒന്നാം പ്രതി. എന്താ അത് വേണോ? അയ്യോ, അതൊന്നും വേണ്ട. പത്മനാഭൻ അബദ്ധമൊന്നും കാണിച്ചേക്കല്ലേ. ഇവർക്ക് ഇവിടെ ജീവിക്കാനുള്ള എല്ലാ അവകാശവും. ഇവരിവിടെ തന്നെ ജീവിക്കും. മുതലാളി, ഇവരോട് മര്യാദയ്ക്ക് പിരിഞ്ഞു പോകാൻ പറയും. പത്മനാഭൻ പറഞ്ഞതാണ് ശരി. നമ്മൾ ഇവരെ ശിക്ഷിക്കാൻ പാടില്ല. അത് തെറ്റാണ്. നിയമപരമായിട്ട് അത് വലിയ കുറ്റവുമാണ്. എല്ലാരും പിരിഞ്ഞോണം. ഇവരിവിടെ നിർത്താൻ പറ്റില്ല. ഞങ്ങൾ സമ്മതമല്ല. ഇവനിവിടെ നിന്ന് നാട് കടത്തിയേ പറ്റൂ. ഒന്നുമില്ല മക്കളെ, ഒന്നുമില്ല. ഒന്നുമില്ല ശങ്കര. ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദിയോ? എന്നോടോ? ശങ്കര വിഷമിക്കണ്ട മക്കളെ, നിങ്ങൾക്ക് അമ്മാവനുണ്ട് കേട്ടാ. അന്നമ്മ നമ്മുടെ രക്ഷകനായിട്ട് വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എന്താവുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പറക്കം വിട്ടാത്ത എന്റെ അനിയത്തിമാരെയും കൊണ്ട് ഈ ഏട്ടൻ എങ്ങോട്ട് പോകണമായിരുന്നു? ഇനി എന്ത് ഏതെന്ന് വഴിമുട്ടി നിൽക്കുമ്പോ ജീവിക്കാൻ ഒരു വഴി കാട്ടിത്തന്നതും ഒരു ജീവിതമാർഗം കാണിച്ചു തന്നതും അമ്മാവന. അതുകൊണ്ട് ഞാൻ ആരാധിക്കുന്ന ദൈവങ്ങളുടെ സ്ഥാനത്ത് അമ്മാവൻ. നിങ്ങളുടെ മനസ്സിലും അതങ്ങനെ തന്നെ ആയിരിക്കണം. വഴികാട്ടി തന്നത് അമ്മാവനായിരിക്കും. പക്ഷെ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതും ഒരമ്മയുടെ സ്നേഹവും കരുതലും തന്നതും ഞങ്ങളുടെ വല്യേട്ടനാ. അതുകൊണ്ട് ഞങ്ങൾക്ക് വല്യേട്ടൻ തന്നെ ദൈവം.